എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നല്ലൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒരു ബേസിക് ക്ലാസ്സാണ് ഇന്ന്. ഞാൻ സയൻസിൻ്റെ ഒരു ബേസിക് ക്ലാസ്സാണ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തി ബേസിക് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും തെറ്റിക്കാൻ സാധ്യതയുള്ളതും ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ കെമിസ്ട്രിയിലെ ബേസിക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ഇതൊരു ബേസാണ്. എല്ലാം ഞാൻ കൂടുതലും PSC ചോദിച്ച് കണ്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ അങ്ങ് തുടങ്ങാം. അപ്പോൾ ഓരോരുത്തരോടും പറയാം, വാശി ഉണ്ടാവണേ. ഈ വർഷത്തെ പരീക്ഷ നിങ്ങളുടെയാണ്. നിങ്ങളുടെ ലക്ഷ്യം ഇതാണ്. മുമ്പിൽ വരുന്ന പരീക്ഷ നേടിയിരിക്കും എന്നൊരു ലക്ഷ്യത്തിലൂടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട. അതിനിടയ്ക്ക് വരുന്ന വിഷമങ്ങളും കാര്യങ്ങളെല്ലാം ചവിട്ടി മതിക്കുക. കാരണം ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ അഭിമാനത്തോടെ നിൽക്കും. ഒരു സമയത്ത് എൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയാണ് എൻ്റെ ഏറ്റവും നല്ല റാങ്ക് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയും. അതുകൊണ്ട് നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. അല്ലാതെ ഏറ്റവും മൂലം പഠിച്ചു എന്ന് പറഞ്ഞ കാട്ട് കാര്യമില്ല. ഏറ്റവും പ്രധാനമായിട്ടും ഓർഡർ അനുസരിച്ച് തന്നെ പഠിക്കണം. ഓർഡർ അനുസരിച്ച് പഠിക്കുക. വയസ്സ് ഓവറായി പോയി, എനിക്ക് കിട്ടുമോ, അവസാനത്തെ അവസരമാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത്, അങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കുക. ആ വയസ്സിലായാലും ആ സമയത്തായാലും ഇറങ്ങിത്തിരിച്ചോ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചാൽ കിട്ടിയിരിക്കും. കേട്ടല്ലോ. അപ്പോൾ മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, പ്രാർത്ഥനകളുണ്ടായിരിക്കും. അപ്പം നല്ല ബേസ് ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഉറപ്പ് പറയുന്ന ഒരു ക്ലാസ്സാണ് ഇത്. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിലെ മൊത്തം ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത്രയും പഠിച്ചല്ലോ എന്ന്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ബേസിക് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ആദ്യം എഴുതിയത്. രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിലാണെന്നറിയാലോ അല്ലേ? രസതന്ത്രത്തിന്റെ പിതാവ് സ്വാഭാവികമായി റോബർട്ട് ബോയിലാണെന്നറിയാം. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ലാവോസിയ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ലാവോസിയ. നമ്മൾ പഠിച്ചിട്ടില്ലേ ലാവോസിയ? ഇവിടെ ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞനാരെന്ന് വെച്ചിട്ടില്ലേ? ഫ്രഞ്ച് വിപ്ലവം നടന്നില്ലായിരുന്നു അവിടെ 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നേ. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ അതിലെ ഒരു ആയുധമുണ്ട്, ഗില്ലറ്റിൻ എന്ന ആയുധത്താൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനാരെന്ന് വെച്ചാൽ ലവോസിയ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ഏത് വർഷമാണ്? 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടത് ഏതാ? ലവോസിയ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വാക്ക് ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നല്ലേ? റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങളൊക്കെ ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്. അടുത്ത നമ്മൾ ആറ്റം, തന്മാത്ര, ഈ രണ്ട് വേർഡുകൾ കേട്ടിട്ടില്ലേ? എന്താ ചെറിയൊരു ഡെഫിനിഷൻ 8ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ്. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റം. കണ്ടോ? എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക. പക്ഷെ തന്മാത്ര എന്ന് പറയുമ്പോൾ ഒരു മൂലകത്തിന്റെ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക. അപ്പൊ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്രയും എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റവുമാണ്. അപ്പോൾ ആറ്റവും തന്മാത്രയുടെയും വ്യത്യാസം പഠിച്ചേ. അടുത്തതാണ്ട് സ്കൂൾ ടെസ്റ്റ് കിടക്കുന്ന ഏറ്റവും എന്താണ് മൂലകം, സംയുക്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങളെ എന്ത് വിളിക്കാം? രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങളെ മൂലകങ്ങൾ എന്ന് വിളിക്കാം. സംയുക്തങ്ങളോ? രാസപ്രവർത്തനങ്ങളിലൂടെ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്ന അത് സംയുക്തമായിട്ട് മാറും. രാസപ്രവർത്തനങ്ങളിലൂടെ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടായാൽ അതെന്താവോടെ? അത് സംയുക്തങ്ങളായിട്ട് മാറും. അടുത്തൊക്കെ ആധുനിക ആറ്റം സിദ്ധാന്തത്തിന്റെ പിതാവല്ലേ ജോൺ ഡാൾട്ടൺ. പക്ഷെ ആറ്റം എന്ന വാക്ക് ആദ്യം കൊണ്ടുവന്നത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം എന്ന വാക്കിന് അർത്ഥം എന്താണെന്നറിയാമോ? വിഭജിക്കാൻ കഴിയാത്തത്. അപ്പം ആറ്റം സിദ്ധാന്തത്തിന്റെ പിതാവാരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടന് ഡാൾട്ടനിസം എന്ന് പറഞ്ഞൊരു രോഗം പഠിച്ചിട്ടില്ലേ? അതേതാ? വർണ്ണാന്തത അല്ലേ? ഇദ്ദേഹത്തിന് ആ രോഗം ഉണ്ടായതുകൊണ്ടാണ് ഡാൾട്ടനിസം എന്ന രോഗം ഏതായിരുന്നടെ? വർണ്ണാന്തത. ആധുനിക ആറ്റം സിദ്ധാന്തത്തിന്റെ പിതാവാരെന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് ജോൺ ഡാൾട്ടനെയാണ് നമ്മൾ പറയേണ്ടത്. ആറ്റത്തിന് ചാർജ് ഉണ്ടോടെ? ആറ്റത്തിന് ചാർജ് ഇല്ല. പ്ലാസ്മ അവസ്ഥയിൽ വരുമ്പോഴാണ് ആറ്റത്തിന് ചാർജ് ഇല്ല. പക്ഷേ ചാർജ് ലഭിക്കുന്നത് പ്ലാസ്മയിൽ നിന്നാണ്. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏതവസ്ഥയിലാണ്? ഖരമല്ല, ദ്രാവകമല്ല, വാതകവുമല്ല, പ്ലാസ്മ അവസ്ഥയിലാണ് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത്. ആറ്റത്തിന് 3 മൗലിക കണങ്ങളുണ്ട്. നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ആറ്റത്തിന്റെ 3 മൗലിക കണങ്ങളാണെന്നറിയാം. അതിൽ ഇലക്ട്രോണിന് ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഉണ്ട്. അതായത് ഒന്ന് ആറ്റത്തിന്റെ ചലിക്കുന്ന കണം എന്ന് വിളിക്കേണ്ടത് ഇലക്ട്രോണിനെയാണ്. ഒരു പദാർത്ഥത്തിൽ
പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കേണ്ടത് ഇലക്ട്രോൺ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ആരാണ്? ഇലക്ട്രോൺ ആണ്. ഇനിയുണ്ട് അതാണ്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ആറ്റത്തിന്റെ പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നതും ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നതും ഒരാറ്റത്തിന്റെ ചലിക്കുന്ന കണം എന്ന് വിളിക്കുന്നതും ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. ഇലക്ട്രോണിന്റെ ചാർജ് എപ്പോഴും ഏതായിരിക്കും? ഇവിടെ നെഗറ്റീവ്. അപ്പം ഒരാറ്റത്തിന്റെ ചലിക്കുന്ന കണമായിരിക്കണം ഏതാ? ഇലക്ട്രോൺ. രണ്ട് പ്രത്യേകതകൾ. പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നതും ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നതും ആരാ? ഇലക്ട്രോൺ ആണ്. അടുത്ത നോക്കേ, അതായത് അതിനേക്ക് ഒരു ആറ്റത്തിന്റെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏത്? ഏറ്റവും ഭാരം കുറഞ്ഞത്, ഭാരം കൂടിയതല്ല, ഭാരം കുറഞ്ഞത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളാണ് ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളാരാ? ജെ തോംസൺ. ഇലക്ട്രോണിന്റെ ചാർജ്, നെഗറ്റീവ് ചാർജ് അല്ലയോടെ, അത് കണ്ടെത്തിയത് മില്ലിക്കൻ ആണ്. മില്ലിക്കൻ. അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? മില്ലിക്കൻ ആണ്. എന്തൊക്കെയാ നമ്മൾ പഠിച്ച ഇലക്ട്രോണിനെ കുറിച്ച്? ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞത് മില്ലിക്കൻ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞത് ആരാണ്? മില്ലിക്കൻ ആണ്. ഓക്കെ. ഒരാറ്റത്തിന്റെ ചലിക്കുന്ന കണം ഇലക്ട്രോൺ ആണ്. ഒരാറ്റത്തിന്റെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ്. ചലിക്കുന്ന കണമെന്നും ഭാരം കുറഞ്ഞ കണം എന്ന് പറയുന്നത് ഇലക്ട്രോൺ. സെറ്റാണോ? അടുത്ത നോക്കിയേ. പ്രോട്ടോൺ. സെറ്റ്. നല്ല പോയിന്റുകളാണ് പ്രോട്ടോണുകളുമായി ബന്ധപ്പെട്ടത്. ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ഇവരാണ്. ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം നോക്കിയാണ്. ഒരാറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ അല്ലേ? ഇലക്ട്രോണിന് നെഗറ്റീവ് ആണെങ്കിൽ പ്രോട്ടോണിന് ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ പ്രോട്ടോൺ ആണ്. അതാണ്ട് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. 2 റുദർഫോർഡ് ഉണ്ട്, അതുകൊണ്ട് എടുത്ത് പഠിക്കണം. ഏണസ്റ്റ് റുദർഫോർഡ്. നമുക്കൊരു ഡാനിയൽ റുദർഫോർഡ് ഇല്ലേ? അപ്പം പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. അപ്പോൾ ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം തോനെയാണ്. പിന്നെ അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു വിശേഷണം തന്നെ വന്നത്. എന്താ? ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നും വിളിക്കേണ്ടത് ഏതാ? പ്രോട്ടോണിനെയാണ്. അപ്പോൾ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ആർക്ക് കൊടുത്തു? പ്രോട്ടോണിന് കൊടുത്തു. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റുദർഫോർഡ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ പഠിച്ചു. ദാ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വ്യക്തി ന്യൂട്രോൺ. ആറ്റത്തിന് ചാർജേ ഇല്ല. ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം എന്ന് വിളിക്കുന്നത് തന്നെ ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയ ആള് ജെയിംസ് ചാഡ്വിക്ക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. അപ്പോൾ 3 എന്ന് പറഞ്ഞേടെ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ജെയിംസ് ചാഡ്വിക്ക്. ഏത് റുദർഫോർഡ്? ഏണസ്റ്റ് റുദർഫോർഡ്. ഇപ്പോൾ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞതാരാ? ഇലക്ട്രോൺ. ഏറ്റവും ഭാരം കൂടിയതാരാ? ന്യൂട്രോൺ. ഏറ്റവും ഭാരം കൂടിയ കണം ഏതാ? ന്യൂട്രോൺ. ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോൺ. ആറ്റത്തിന്റെ ചലിക്കുന്ന കണം ഇലക്ട്രോൺ. പദാർത്ഥത്തിന്റെ രാസ സ്വഭാവവും ലോക ചാലകതയും അത് ഇലക്ട്രോൺ ആണ്. ഓക്കെ. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയ ആളാരാ? മില്ലിക്കൻ. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാടെ? മില്ലിക്കൻ ആണ്. ആ ഒരു പോയിന്റ് ആട്ടെ. ഇനി ആറ്റത്തിന്റെ ഒരു മോഡലാണ് സൗരയൂഥ മാതൃക എന്ന് വിളിക്കുന്നത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇനി ആറ്റത്തിന്റെ ബോർ മാതൃക, അത് അദ്ദേഹത്തിന്റെ പേര് തന്നെ, നീൽസ് ബോർ ആണ് കണ്ടെത്തിയത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴും ചോദിക്കും. ഏതാ? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ, റൈസിംഗ് പുഡിംഗ് മോഡൽ, വാട്ടർമെലൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്ന് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. നമ്മുടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസൺ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ, റൈസിംഗ് പുഡിംഗ് മോഡൽ, വാട്ടർമെലൻ മോഡൽ എന്നിവ ആവിഷ്കരിച്ചത് ആരാണ്? ജെ തോംസൺ. സൗരയൂഥ മാതൃക ആരാ? അത് നല്ലൊരു പോയിന്റാ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ഏണസ്റ്റ് റുദർഫോർഡ് ആണ് അല്ലേ? ഇനി നമ്മുടെ ഇന്ത്യക്കാരനായ കണാദ മഹർഷി ഉണ്ടല്ലോ, ആറ്റത്തിന്റെ പരമാണു സിദ്ധാന്തം ആദ്യമേ കൊണ്ടുവന്നത് ആരാണ്? അത് കണാദ മുനിയാണ്. ഓക്കെ. ഇനി
നമുക്ക് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നൊക്കെ, ലോഹങ്ങളുടെ രാജാവ് സ്വർണം അല്ലെ, സ്വർണ്ണമാണ് ലോഹങ്ങളുടെ രാജാവ്. പക്ഷെ രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്, H2SO4. രാസസൂര്യൻ മഗ്നീഷ്യമാണ്. രാസസൂര്യൻ ഏതാണ്? മഗ്നീഷ്യമാണ് അല്ലെ. ലോഹങ്ങളുടെ രാജാവ് ഏതാണ്? സ്വർണം. സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ 79 അല്ലെ. സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ ഏതാണ്? 78. ഏതാ? 78 പ്ലാറ്റിനം. പ്ലാറ്റിനം 78. 79 സ്വർണം. 80 ഏതാ? മെർക്കുറിയുടെ അറ്റോമിക നമ്പർ ഉണ്ട്, അടുപ്പിച്ച് 3 കിടക്കുന്നുണ്ട്. 78 പ്ലാറ്റിനം, 79 സ്വർണം, 80 ഏതാണ്? മെർക്കുറി. സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ ഏതാണ്? അറ്റോമിക നമ്പർ 79. ബിസ്മത്ത് അറൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ബിസ്മത്ത് അറൈറ്റ് സ്വർണത്തിന്റെ അയിരാണ്, സ്വർണത്തിന്റെ ഒരു അയിരാണ് ബിസ്മത്ത് അറൈറ്റ്. മെർക്കുറിയുടെ അയിര് ഏതാണ്? മെർക്കുറിയുടെ അയിര് സിന്നബാർ എന്ന് കേട്ടിട്ടുണ്ടോ? സിന്നബാർ എന്തിന്റെ? മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഗലീന പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഗലീന ലെഡിന്റെ അയിരാണ്. സിന്നബാർ എന്തിന്റെയാണ്? മെർക്കുറി. ഗലീന എന്തിന്റെയാണ്? ലെഡിന്റെ അയിരാണ് ഗലീന. അപ്പൊ സിന്നബാറും ഗലീനയും പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നവരാണ്. അതുപോലെ പിച്ച് ബ്ലെൻഡ് ചോദിച്ചിട്ടുണ്ട്. പിച്ച് ബ്ലെൻഡ് യുറേനിയം. ബോക്സൈറ്റ് കേട്ടിട്ടുണ്ടോ? ബോക്സൈറ്റ് അലൂമിനിയം. പിച്ച് ബ്ലെൻഡ് യുറേനിയം ആണെങ്കിൽ ബോക്സൈറ്റ് എന്തിൻ്റെയാണ്? അലൂമിനിയത്തിൻ്റെയാണ് ബോക്സൈറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയാൻ വിട്ടുപോയുടെ കലാമിൻ എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. കലാമിൻ സിങ്കിൻ്റെയാണ്. കലാമിൻ എന്തിൻ്റെയാണ്? സിങ്കിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോയാൽ അങ്ങ് പോവും. ലോഹങ്ങളുടെ രാജാവ് സ്വർണ്ണമാണെങ്കിൽ രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ഇത് നോക്കേ, രാസസൂര്യൻ മഗ്നീഷ്യമാണ്. രാസസൂര്യൻ ഏതാ? മഗ്നീഷ്യം. നല്ലൊരു ചോദ്യം പറയട്ടെ. മഗ്നീഷ്യത്തിന്റെ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോകം ഏതാ? ക്ലോറോഫിൽ. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോകം മഗ്നീഷ്യമാണ്. അപ്പൊ രാസസൂര്യൻ ഏതാണ്? ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ഏതാണ്? സിങ്ക്. ഹരിതകത്തിൽ മഗ്നീഷ്യമാണെങ്കിൽ ഇൻസുലിൻ, കണ്ണുനീര് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന സിങ്ക് അല്ലേ. അതുപോലെ ഇരുമ്പിൽ അടങ്ങി നമ്മുടെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നതല്ലേ ഇരുമ്പ് ആണ്. ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഏതെന്ന് ചോദിക്കാം. അത് ലോഹം ഏതെന്ന് ചോദിച്ചാൽ ഇരുമ്പാണ്. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി വൈദ്യുത ബൾബിലെ ഫിലമെന്റ് ആയിട്ട് നിർമ്മിക്കുന്നത് ടങ്സ്റ്റൺ കേട്ടോ. ടങ്സ്റ്റന്റെ പ്രതീകം ശ്രദ്ധിച്ച ഒരു വെറൈറ്റിയാണ് W. ടങ്സ്റ്റന്റെ പ്രതീകം എന്താണ്? W. ഇനി വൈദ്യുത ബൾബിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ആർഗണും. അപ്പോൾ വൈദ്യുത ബൾബിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്നത് ടങ്സ്റ്റനും, വൈദ്യുത ബൾബിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ആർഗണുമാണ് നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം, ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, ഇൻസുലിനും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്നത് സിങ്ക്. ഇപ്പൊ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ നമ്മളത്. അത് നല്ലൊരു പോയിന്റ്. അടുത്ത ഓക്കെ, ഐസോബാർ, ഐസോടോപ്പ് അല്ലെ. ഐസോബാർ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഐസോബാറിന് കൊടുത്തോണം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഏതാണ്? വ്യത്യസ്ത അറ്റോമിക നമ്പർ വരുമ്പം ഐസോബാർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും വന്നാൽ അത് ഐസോടോപ്പുകളാണ്. ഐസോടോപ്പ്. അപ്പൊ ബാർ വരുമ്പം മാസ് കിട്ടും അല്ലെ. ബാർ നമ്മൾ ജിമ്മിലൊക്കെ പോയി ബാർ എടുക്കുന്ന എന്തിനാ? മാസ് അടിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ആർക്കാണ്? ഐസോബാറിനും. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആർക്കാണ്? ഐസോടോപ്പിനുമാണ് അതുള്ളത്. അത് നല്ലൊരു പോയിന്റ്. അടുത്ത ഓക്കെ, ഐസോടോണുകൾ എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ, ഒരേ തുല്യ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോടോണുകൾ എന്ന് വിളിക്കാം. അതൊക്കെ പദാർത്ഥത്തിന്റെ പൊതുവെ 11 അവസ്ഥകൾ, അത് മാറും. 10ഉം 11ഉം എപ്പോഴും മാറിക്കിടക്കും. എന്നാലും ഒന്ന് പഠിക്കുക. പദാർത്ഥത്തിന്റെ ഖരം 1ാമത്തെ അവസ്ഥ, ദ്രാവകം 2, വാതകം 3, പ്ലാസ്മ 4. ഇതെല്ലാവർക്കും അറിയാം. ഇവിടം തൊട്ട് പരീക്ഷയ്ക്ക് ആവർത്തിക്കും. 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7ാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ അഥവാ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. റൈഡ്ബർഗ് മാറ്റർ 8ാമത്തേതാണ് റൈഡ്ബർഗ് മാറ്റർ. 9ാമത്തേത് ജാൻ ടെല്ലർ മെറ്റൽ. ഇതിപ്പോൾ അങ്ങോട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു, LDC പരീക്ഷയ്ക്ക് ചോദിച്ചേ ഉള്ളൂ. പദാർത്ഥത്തിന്റെ 9ാമത്തെ അവസ്ഥ
ജാൻ ടെല്ലർ മെറ്റൽ. ക്വാണ്ടം സ്പിൻ ലിക്വിഡാണ് 10 കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് 11. ഇതായിരുന്നു നേരത്തെ 10ാമത്തെ അവസ്ഥയായിട്ട് പറഞ്ഞത്. ഇപ്പം പൊതുവെ പറയുന്നത് ക്വാണ്ടം സ്പിൻ ലിക്വിഡ് 10ാമത്തെ അവസ്ഥയും 11 കളർ ഗ്ലാസ് കണ്ടൻസേറ്റും. അപ്പോൾ ആ 10 അവസ്ഥകൾ എന്ന് പറഞ്ഞ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, 8 ജാൻ ടെല്ലർ മെറ്റൽ, 8 റൈഡ്ബർഗ് മാറ്റർ, 9 ജാൻ ടെല്ലർ മെറ്റൽ, 10 ക്വാണ്ടം സ്പിൻ ലിക്വിഡ്, 11 കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജന്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ സൂര്യനല്ലേ ഇവിടെ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ ഏതാ? ഹൈഡ്രജൻ. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ ആള് സൂര്യൻ. അപ്പോൾ പ്രപഞ്ചത്തിലും സൂര്യനിലും ഏറ്റവും കൂടുതൽ ഏതാ? ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ നമ്മുടെ നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ? നൈട്രജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ആണെങ്കിൽ, അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണെങ്കിൽ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ മൂലകം ഹീലിയവും, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജനും, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ടാമത്തെ മൂലകം സിലിക്കണുമാണ്. അപ്പൊ പ്രപഞ്ചത്തിലെ രണ്ടാമത്തെ ആള് ഹീലിയം, അന്തരീക്ഷത്തിലെ രണ്ടാമത്തെ ആള് ഓക്സിജൻ, ഭൂവൽക്കത്തിലെ രണ്ടാമത്തെ ആള് സിലിക്കണാണ്. സിലിക്കണാണ്. നല്ല പോയിന്റ്. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം, ഓക്സിജൻ എന്ന വാക്കിനർത്ഥം അതും പഠിച്ചിട്ട് കയറണേ. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നെന്നും, ഓക്സിജൻ എന്ന വാക്കിനർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നു എന്നതുമാണ്. ആസിഡ് ഉണ്ടാക്കുന്ന നല്ലൊരു പോയിന്റ് ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു, ഓക്സിജൻ എന്ന വാക്കിനർത്ഥം ആസിഡ് നിർമ്മിക്കുന്നു എന്നതാണ്. ഓക്കെ. ഇനി വൈദ്യുതി നന്നായി കടത്തിവിടുന്നത് വെള്ളിയാണ്. പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന വൈദ്യുത കമ്പി ചെമ്പാണ്. നമ്മൾ വെള്ളിക്ക് വില കൂടുതലാണല്ലോ. ഇനി ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കമ്പി അലൂമിനിയമാണ്. അപ്പോൾ വൈദ്യുതിയെ നന്നായി കടത്തിവിടുന്നത് വെള്ളി, വീടുകളിലെ വൈദ്യുത കമ്പി ചെമ്പ്, ഇലക്ട്രിക് പോസ്റ്റിലെ വൈദ്യുത കമ്പി ഏതാണ്? അത് അലൂമിനിയം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇനി സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രവാവസ്ഥയിൽ, ഇത് തെറ്റിപ്പോരുതേ, ദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് മെർക്കുറിയും, സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം എന്ന് ചോദിച്ചാൽ ബ്രോമിനുമാണ് പറയേണ്ടത്. സാധാരണ അന്തരീക്ഷാവസ്ഥയിൽ ദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ചോദിച്ചാൽ മെർക്കുറിയും, അലോഹം ചോദിച്ചാൽ ബ്രോമിനാണ് നമ്മൾ പറയേണ്ടത് അല്ലേ. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സഹായിക്കുന്ന സവിശേഷത മാലിബിലിറ്റി. കണ്ടോ, ലോഹങ്ങളെ അടിച്ചു പരത്തുന്നതാണ് മാലിബിലിറ്റി. അടിച്ചു പരത്തുന്നത് മാലിബിലിറ്റി. മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വർണ്ണത്തിന്. മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? സ്വർണ്ണം. അപ്പൊ ലോഹങ്ങളെ അടിച്ചു പരത്തുന്ന സവിശേഷത ഏതാ? കനം കുറഞ്ഞ തകിടുകളാക്കുന്നത് മാലിബിലിറ്റി. അതേപോലെ തിരിച്ചു എഴുതുന്നുണ്ടോ, ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ തങ്കമ്പികളാക്കുന്നത് ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുന്നത്. ഡക്റ്റിലിറ്റി അത് കൂടുതൽ പ്ലാറ്റിനത്തിനാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ എവിടെ? പ്ലാറ്റിനത്തിന്. അപ്പൊ ലോഹങ്ങളെ അടിച്ചു പരത്തുന്നത് മാലിബിലിറ്റി, അത് കൂടുതൽ സ്വർണത്തിന്. ലോഹങ്ങളെ വലിച്ചു നീട്ടുന്നത് ഡക്റ്റിലിറ്റി, അത് കൂടുതൽ പ്ലാറ്റിനത്തിന്. ഓക്കെ. ലിറ്റിൽ സിൽവർ, പ്ലാറ്റിനം, ക്വിക്ക് സിൽവർ ഏതാണ്? മെർക്കുറി. ലിറ്റിൽ സിൽവർ, പ്ലാറ്റിനം, ക്വിക്ക് സിൽവർ ഏതാണ്? മെർക്കുറിയാണ് അല്ലേ. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് എന്ത് വേണം? കാൽസ്യം വേണം. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? സോഡിയവും പൊട്ടാസ്യവും വേണം. ഇതൊക്കെ സ്കൂൾ ടെസ്റ്റ് ആണ്. എല്ലിൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ട് PSC പരീക്ഷയ്ക്ക്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം കാൽസ്യം. ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സോഡിയവും പൊട്ടാസ്യവും. ഇതാ വരുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ. സാന്ദ്രത ഏറ്റവും കൂടുതൽ ഓസ്മിയത്തിന്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ഇത് ആവർത്തിക്കുന്നതാണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയം, സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയം ആണ്. ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ്. രണ്ടാമതായിട്ട് നിർമ്മിച്ച കൃത്രിമ മൂലകം പ്രൊമിത്യമാണ്. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം, രണ്ടാമത്തെ കൃത്രിമ മൂലകം ഏതാണ്? പ്രൊമിത്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം മാംഗനീസ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം ഏതാണ്? മാംഗനീസ് ആണ്. അപ്പം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യവും ഏറ്റവും കുറവുള്ള ലോഹം ഏതാണ്? മാംഗനീസ് ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനും, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ അലൂമിനിയവുമാണ്. അപ്പം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഏതാണ്? അലൂമിനിയമാണ്. കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ട് അതങ്ങ് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത നോക്കിയേ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ ആണെന്ന് പറഞ്ഞല്ലോ. 78.084%.
ആ ശതമാനം പഠിക്കാനാണ് ഒന്ന്. ഇനി അന്തരീക്ഷത്തിൽ കൂടുതലായി കാണുന്ന രണ്ടാമത്തെ മൂലകം നൈട്രജൻ അല്ലേ, അല്ല ഓക്സിജൻ അല്ലേ, അത് 20.947 അല്ലെങ്കിൽ 21% ഒന്ന് എഴുതും, 20.947 എന്ന് പഠിച്ചു വച്ചിരിക്കണം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോകം ലിഥിയമാണ്. നേരത്തെ നമ്മൾ പഠിച്ചു സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോകവും ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോകം ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോകവും ലിഥിയം തന്നെയാണ്. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതും ഏറ്റവും ഭാരം കുറഞ്ഞതും ഏതാണ്? ലിഥിയം തന്നെയാണ് ഏറ്റവും ഭാരം കുറഞ്ഞത്. നല്ലൊരു പോയിന്റ് ഇതാ വരുന്ന. എക്സ്റേ കടന്നു പോകാത്ത ലോകം ലെഡ്. വാഹനങ്ങളുടെ പുകയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോകം ലെഡ്. എക്സ്റേ കടന്നു പോകാത്തത് ലെഡ്, വാഹനങ്ങളുടെ പുകയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഭൂമി എന്നർത്ഥം വരുന്ന മൂലകം ടെല്ലൂറിയം. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകം സെലീനിയം. ഭൂമിയുടെ പേരിൽ അറിയപ്പെടുന്നത് ടെല്ലൂറിയം, ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്നത് സെലീനിയം. ഒരു കൺഫ്യൂസിങ് ഫാക്ട്സ് ആയതുകൊണ്ടാണ് ഇത്. അടുത്ത, തീ അണയ്ക്കാൻ സഹായിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? തീയെ നിയന്ത്രിച്ച് നിർത്തുന്നത് നൈട്രജനാണ്. തീ കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ്. അപ്പോൾ തീ കത്തിക്കാൻ സഹായിക്കുന്നത് ഓക്സിജൻ, തീയെ അവിടെ അന്തരീക്ഷത്തെ നിയന്ത്രിച്ച് നിർത്തുന്നത് നൈട്രജൻ, തീ അണയ്ക്കുന്നതാര കാർബൺ ഡൈ ഓക്സൈഡാണ്. ഭൂമിയിൽ ജീവൻ അടിസ്ഥാന ഘടകം കാർബൺ തന്നെ. സൗരസെല്ലിൻ്റെ നിർമ്മാണത്തിന് സിലിക്കൺ വേണം. ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകം ഏതാ? കാർബൺ. പക്ഷേ ഒരു സൗരസെല്ല് നിർമ്മിക്കാൻ എന്ത് വേണം? സിലിക്കൺ ആണ് വേണ്ടത്. ഏഷ്യയിലെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ കണ്ടെത്തിയ മൂലകം നിഹോണിയമാണ്. ജപ്പാൻ്റെ പഴയ പേര് നിപ്പോൺ എന്നായിരുന്നു. അപ്പോൾ ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിഹോണിയമാണ് ഏഷ്യൻ രാജ്യത്തിൻ്റെ പേരിലറിയാം. മനുഷ്യർ ആദ്യം കണ്ടെത്തിയത് ചെമ്പ് തന്നെയല്ലേ? ആദ്യം കണ്ടെത്തിയ ലോകം ചോദിച്ചാൽ ചെമ്പ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോകം ഇരുമ്പാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇരുമ്പാണ്. മനുഷ്യൻ ആദ്യം കണ്ടെത്തിയ ലോക സങ്കരം എന്ന് വിളിച്ചാൽ ഓടാണ്. ലോക സങ്കരം ഏതാണ്? ഓടാണ്. ലോക സങ്കരം ഏതാ? അതായത് ടിന്നും കോപ്പറും കൂടെ ചേരുന്നതാ ഓട് എന്ന് പറയുന്നത്. അടുത്ത ഓക്കെ. ഓടിലെ ഏതൊക്കെ ഘടകങ്ങൾ? ഇതൊന്ന് പഠിച്ചു വെക്കണേ. ഓടിലെ ഘടകങ്ങൾ ടിന്നും ചെമ്പും. പിച്ചളയിൽ സിങ്കും ചെമ്പും. സിങ്കും നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരു കോഡ് പഠിച്ചിട്ടില്ലേ? ഓടിക്കോ. പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു കോഡ് അങ്ങ് പഠിച്ചു വെച്ചേക്കും. പിക്കോസി. ഓടിക്കോ പിക്കോസി. ഉണ്ടോ? ഓടിക്കോ പിക്കോസി. ഓട് എന്ന് പറയുന്നത് ടിന്നും കോപ്പറും, പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കും. കണ്ടോ? കോപ്പറും സിങ്കുമാണ്. ഓടിക്കോ പിക്കോസി. അടുത്ത ഓക്കെ. കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രവാവസ്ഥയിലാകുന്ന ലോകം ഗാലിയമാണ്. കടൽ വെള്ളിക്കരിക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോകം വനേഡിയമാണ്. കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രവാവസ്ഥയിലാകുന്നത് ഗാലിയം. കടൽ വെള്ളരിക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോകം ഏതാണ്? വനേഡിയമാണ്. അമോണിയ ആരൊക്കെ ചേരുന്നതാണെന്ന്? അമോണിയ നൈട്രജനും ഹൈഡ്രജനും ചേരുന്നതാണ് അമോണിയ എന്ന് പറയുന്നത്. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. അപ്പോൾ അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ. അമോണിയ എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാ? നൈട്രജനും ഹൈഡ്രജനും ചേരുന്നതാണ് അമോണിയ എന്ന് പറയുന്നത്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഹരിതഗ്രഹ പ്രഭാവത്തിലെ പ്രധാന കാരണമാകുന്നത് അല്ലെങ്കിൽ ആഗോള താപനത്തിൻ്റെ പ്രധാന കാരണം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഹരിതഗ്രഹ പ്രഭാവത്തിന് പ്രധാന കാരണം കാർബൺ ഡൈ ഓക്സൈഡ്, ആഗോള താപനത്തിന് പ്രധാന കാരണം കാർബൺ ഡൈ ഓക്സൈഡ്, സോഡാ ജലത്തിൽ ലയിച്ചു ചേരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, ചുണ്ണാമ്പ് കല്ല് ചൂടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ആഗോള താപനം കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതഗ്രഹ പ്രഭാവം കാർബൺ ഡൈ ഓക്സൈഡ്, അടുത്ത സോഡാ ജലത്തിൽ ലയിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? അത്ഭുത ലോകം, ഭാവിയുടെ ലോകം, പ്രതീക്ഷയുടെ ലോകം. അത്ഭുത ലോകം ടൈറ്റാനിയം, ഭാവിയുടെ ലോകം ടൈറ്റാനിയം, പ്രതീക്ഷയുടെ ലോകം യുറേനിയം പറയാണ്. അത്ഭുത ലോകവും ഭാവിയുടെ ലോകവും ഏതാണ്? ടൈറ്റാനിയം. പ്രതീക്ഷയുടെ ലോകം ഏതായിരുന്നു? പ്രതീക്ഷയുടെ ലോകം യുറേനിയമാണ്. യുറേനിയത്തിൻ്റെ അയിരേതാ? പിച്ച് ബ്ലെൻഡ് അല്ലേ? പിച്ച് ബ്ലെൻഡ്. ബോക്സൈറ്റ് എന്തിൻ്റെ? അലൂമിനിയം. ഗലീന ലെഡ്, സിന്നബാർ മെർക്കുറി. സിന്നബാർ എന്തിൻ്റെ? മെർക്കുറി. അതുപോലെ കലാമിൻ സിങ്ക് അല്ലേ? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക് അല്ലേ? ഇൻസുലിൻ അടങ്ങിയിരിക്കുന്നത് സിങ്ക് അല്ലേ? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏതാ? മഗ്നീഷ്യം. ഹരിതക. ഈ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ഏതാ? ഇരുമ്പ്. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്. രാസസൂര്യൻ മഗ്നീഷ്യം. രാസസൂര്യൻ ഏതാണ്? രാസസൂര്യൻ ഏതാ? മഗ്നീഷ്യമാണ്. അതുപോലെ ഐസോബാറും ഐസോടോപ്പും എന്ന് പറഞ്ഞ് ഒരേ മാസ് നമ്പർ ഉള്ളത് ഐസോടോപ്പ്
ഐസോടോപ്പ് ആണോ? ഐസോബാർ. ഒരേ മാസ് നമ്പർ ഉള്ളത് ഐസോബാർ, ഒരേ അറ്റോമിക നമ്പർ ഉള്ളത് ഐസോടോപ്പ്. തുല്യ എണ്ണം ന്യൂട്രോണുകൾ ഉള്ളത് ഏതാ? തുല്യ എണ്ണം ന്യൂട്രോണുകൾ ഉള്ളത് ഐസോട്ടോണുകൾ എന്ന് പറയുന്നു. ആറ്റത്തിന്റെ ചലിക്കുന്ന കണം ഏതാ? ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്. ചലിക്കുന്ന കണം ഇലക്ട്രോൺ അല്ലേ? ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ അല്ലേ? ലോഹങ്ങളുടെ ചാലകത തീരുമാനിക്കുന്ന ഇലക്ട്രോൺ അല്ലേ? ആണ്. ലോഹങ്ങളുടെ ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നതും ഇലക്ട്രോൺ ആണ്. ഏറ്റവും ഭാരം കൂടിയ കണം ഏതാ? ന്യൂട്രോൺ ആണ്. ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഏതാ? പ്രോട്ടോൺ ആണ്. ഒരാറ്റം ഏത് എന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോൺ. ആരാ പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താ? പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും. ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ് അല്ലേ? ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാര? ലവോസിയാണ്. ആധുനിക ലിറ്റിൽ സിൽവർ ഏതാ? ലിറ്റിൽ സിൽവർ പ്ലാറ്റിനവും ക്വിക്ക് സിൽവർ ഏതാ? മെർക്കുറിയുമാണ്. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനവും ക്വിക്ക് സിൽവർ ഏതാണ്? മെർക്കുറി. സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ എത്ര? 79. 78 പ്ലാറ്റിനം, 79 മെർക്കുറി, 78 പ്ലാറ്റിനം, 79 സ്വർണം, 80 മെർക്കുറി. 80 ഏതായിരുന്നത്? മെർക്കുറിയാണ്. 80. ടങ്സ്റ്റന്റെ പ്രതീകം എന്താ? ടങ്സ്റ്റന്റെ പ്രതീകം W ആണ്. ടങ്സ്റ്റന്റെ. വൈദ്യുതി നന്നായി കടത്തിവിടുന്നത് വെള്ളിയല്ലേ? ആണ്. വൈദ്യുതി നന്നായി കടത്തിവിടുന്നത് വെള്ളി. പക്ഷെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി കമ്പി ഏതാ? ചെമ്പാണ് വീടുകളിൽ. വൈദ്യുത തൂണുകളിൽ ഏതാ? അലൂമിനിയമാണ്. വൈദ്യുത തൂണുകളിൽ ഉപയോഗിക്കുന്നത് അലൂമിനിയമാണ്. ഒരു ആറ്റത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയല്ലേ ആറ്റം? ഒരു ആറ്റത്തിന്റെ അല്ല, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയല്ലേ ആറ്റം? സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാ? തന്മാത്ര. കുറച്ച് ബേസ് കാര്യങ്ങൾ, ഒത്തിരി ഇട്ടാലും ഡീപ്പായി പോകും. എന്നാലും ബേസ്, ഇതുപോലെ ബേസ് കാര്യങ്ങൾ സയൻസ് ഞാനൊന്നും കൂടെ റിവിഷൻ നടത്തി നിങ്ങൾക്ക് കൊണ്ടുവരാം. എല്ലാം എനിക്ക് തോന്നുന്ന സയൻസിനാണ് ഞാൻ ഇച്ചിരി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം GK ഒക്കെ ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ അടുത്തടുത്ത് പഠിക്കാം. സയൻസ് ആണല്ലോ എപ്പോഴും തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ബേസിക് സയൻസുകൾ ആദ്യമേ അങ്ങ് പഠിച്ച് സ്കൂൾ ടെസ്റ്റ് ബേസ് വെച്ച് തരുമ്പോൾ നിങ്ങൾക്കും ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ പോർഷൻ വെച്ച് അങ്ങ് പഠിച്ചു പോകണം. എൻ്റെ ഇതുപോലുള്ള റിവിഷൻ ക്ലാസ്സും കൂടെ കേൾക്കുക. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.